ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട ചീസ് വെച്ചിട്ടുള്ള ഒരു വിഭവമാണ്. ചീസ്, ചിക്കൻ, വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ചിക്കൻ ചീസ് ബാളാണ് തയ്യാറാക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ചീസ് ബാൾ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഞാൻ ഇവിടെ 2 ചെറിയ പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ വേവിച്ച് ഒന്ന് ഉടച്ചെടുത്തതാണ്. അത് നമുക്ക് കുറച്ചുകൂടെ ഒരു വലിയ ബൗളിലോട്ട് അത് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ക്യാരറ്റ്, ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ്. കുറച്ച് കാബേജ് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടെ മിക്സ് ആക്കിയാണ് ഞാനിവിടെ ഇത് തയ്യാറാക്കുന്നത്. ചെറിയ ഒരു എരിവിന് വേണ്ടി ഞാൻ 2 പച്ചമുളക് ഇതിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഈ പച്ചമുളകിൻ്റെ അളവൊക്കെ മാറ്റം വരുത്താം. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളകൊക്കെ ആവശ്യമെങ്കിൽ ചേർക്കാൻ. ഞാനിത് കുട്ടികൾക്കായതുകൊണ്ട് കുരുമുളകൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ബൗൾ ചിക്കൻ ചേർത്തിട്ടുണ്ട്. അത് ഉപ്പ്, പെരുംജീരകം, കുരുമുളക് ഇത്രയും കുറച്ച് വെള്ളമൊഴിച്ച് അവിച്ച് അതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുത്ത ചിക്കനാണ് ഇത് ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് മല്ലിയില, പുതിനയില, കറിവേപ്പില, പിന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് എല്ലാം കൂടെ നല്ലതുപോലെ കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. ഇത് നമുക്ക് ഒരു ബോൾ ഷേപ്പിലൊക്കെ ആക്കി നമുക്ക് ചീസൊക്കെ അതിലകത്ത് വെക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് എണ്ണ ഒന്ന് നല്ലതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളകളാക്കി നിങ്ങൾക്ക് വലിപ്പവും ഷേപ്പൊക്കെ നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതാണ്. ആദ്യം ഞാൻ ചീസ് വെക്കുന്നതിന് മുന്നേ ഇത് ഓരോ അളവനുസരിച്ച് വെക്കുകയാണ് ചെയ്യണത് ഒരു പ്ലേറ്റിലോട്ട്. ഇതത്ര നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നെടുത്ത് കയ്യിൽ ഇതുപോലെ വെച്ച് ഒന്ന് ചെറിയ രീതിയിലൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതുപോലെ ചെറിയ പീസുകളാക്കിയാണ് ഞാൻ ചീസ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും ഇടാം. അതിൽ നിന്ന് കുറച്ച് വെക്കാം. ഞാൻ ഇത് ഓരോ പീസ് കണക്കാക്കി വെക്കാൻ വേണ്ടി ഈ ചീസ് ഇതിലോട്ട് വെച്ച് ഇതുപോലെ നല്ലതുപോലെ റൗണ്ട് ചെയ്ത് നമുക്ക് ഓരോന്നിനകത്തും ഇതുപോലെ ചീസ് വെച്ച് നല്ലതുപോലെ ഉരുട്ടിയെടുക്കുക. അങ്ങനെ നമുക്കിതെല്ലാം ചെയ്തെടുക്കാം. കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ചീസ് ഓരോ പീസും അതിനകത്തൊന്ന് വെച്ച് കൊടുക്കുക. എല്ലാം ഇതൊന്ന് കവർ ചെയ്ത് നല്ലതുപോലെ ഒന്ന് ചീസൊന്നും പുറത്താവാത്ത രീതിയിൽ നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇത്രയാണ് ശരിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു പ്ലേറ്റിലോട്ട് കുറച്ച് കോട്ടിങ്ങിന് വേണ്ടി മൈദയും കോൺഫ്ലവറും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് 2 മുട്ട ഒന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ച് പതച്ച് വയ്ക്കുക. അതിലോട്ട് ആവശ്യമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. മുട്ടയിലോട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം കുരുമുളക് ചതച്ചതായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിനെ പതച്ച് അത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് കുറച്ച് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചാലും മതിയാകും. ഇനി നമുക്കിത് 3 രീതിയിൽ കോട്ടിങ് ചെയ്ത് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ആദ്യം നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് മൈദയിലോട്ടൊന്ന് കോട്ട് ചെയ്യണം. ഇതുപോലെ കോട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് മുട്ടയുടെ മിക്സിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം.
അതിലും നല്ലതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയാകും. ഇതുപോലെ എല്ലാ ബോൾസും നമുക്ക് ഇതുപോലെ കോട്ടിങ് ചെയ്തെടുക്കാം. ആദ്യം മൈദയിലോട്ട്, അത് കഴിഞ്ഞ് നമുക്ക് മുട്ടയുടെ ആ മിക്സിലോട്ട്, അത് കഴിഞ്ഞ് ബ്രെഡ് ക്രംസിലോട്ട്. ഇതേ രീതിയിൽ വേണം ഇത് കോട്ടിങ് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇഷ്ടമുള്ള ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഓയിലിൽ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് അത് നല്ലൊരു ഇളം ബ്രൗൺ ഷെയ്ഡിൽ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മുങ്ങിക്കിടന്ന് ഫ്രൈ ആവേണ്ട കാര്യമില്ല. ഇതുപോലെ കുറച്ച് ഓയിലിൽ ഇതുപോലെ ഫ്രൈ ആയാൽ മതിയാകും. നമ്മുടെ ചിക്കൻ ചീസ് ബാൾ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. ചില ഭാഗങ്ങളും കൂടി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചിടുകയാണ് ചെയ്യണത്. ഇത്രയും തന്നെ മതിയാകും. ഇനി നമുക്കിത് മാറ്റാം. ഞാൻ ഇതുപോലുള്ള ഒരു അരിപ്പിലോട്ട് ആദ്യം എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒന്നും പിടിക്കത്തില്ല. നല്ല രീതിയിൽ തന്നെയാണ് എനിക്കിത് ഫ്രൈ ആയി കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏതെങ്കിലും സോസോ മയോണൈസൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടൊരു ഡിഷാണിത്. ചീസൊക്കെ അകത്ത് വെച്ചേക്കുന്നുണ്ട്. അവർ നല്ല ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഞാൻ ഇതിൻ്റെ ഒരെണ്ണം എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അത് ചീസൊക്കെ ഒന്ന് അലിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അകത്തൊക്കെ ചീസൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് നല്ല ഇതായിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.